ഹലോ ഡിയേഴ്സ്, ഐറിൻ ഫാഷൻ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്ക്വയർ നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നോർമൽ നെക്കിൽ നിന്ന് വി നെക്ക് എങ്ങനെ ചെയ്യുന്നതല്ലേ ഇതുവരെ നമ്മൾ നോക്കിയിരുന്നേ. ഇനി വി നെക്കാണ് നമ്മുടെ കയ്യിൽ മെഷർമെൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ നെക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നോക്കുന്നത്. ഓക്കെ, വി നെക്കിൻ്റെ മെഷർമെൻറ്റിൽ നിന്നും നമ്മൾ കുറച്ചാണ് സ്ക്വയർ നെക്കിന് മെഷർമെൻറ്റ് എടുക്കുന്നത്. വി നെക്കിന് എത്രത്തോളം ലെങ്ത് ഉണ്ടോ അതിൽ നിന്നും കുറവായിരിക്കണം നമുക്ക് സ്ക്വയർ നെക്കിൻ്റെ ലെങ്ത് എടുക്കണ്ടേ. വിഡ്ത്തും അതുപോലെ തന്നെയാണ്. വി നെക്കിന് നമ്മൾ എത്ര വിഡ്ത്ത് എടുക്കുന്നോ അത്രയും വിഡ്ത്ത് നമുക്ക് സ്ക്വയർ നെക്കിന് ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് കുറച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും. 3.25 ഇഞ്ചാണ് ഞാനിപ്പോൾ സ്ക്വയർ നെക്കിന് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലായിരുന്നു വി നെക്കിനുള്ള വിഡ്ത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ സ്ക്വയർ നെക്കിനുള്ള ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. വി നെക്കിന് നമ്മൾ എടുത്തിരുന്നത് 6 ഇഞ്ചായിരുന്നു. ഓക്കെ, ശേഷം നമ്മൾ ഒരു 3/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ലെങ്ത്തിൽ എക്സ്ട്രാ ഒരു 3/4 ഇഞ്ച് നമ്മൾ താഴേക്ക് ഇട്ടേക്കുന്നത് കണ്ടോ, അത് നമുക്ക് ആ ഒരു ബാൻഡ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താഴെ നമ്മൾ 3.25 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. മേലെ 3.25 ആയിരുന്നു, താഴെ 3.25 എടുത്തിരിക്കുന്നത് വിഡ്ത്ത്. ഓക്കെ, നമ്മളിനി ആ എടുത്ത മെഷർമെൻ്റ് എല്ലാം ഒന്ന് സ്ക്വയർ ഔട്ട് ചെയ്യാണ് സ്കെയിൽ വെച്ചിട്ട്. ശേഷം നമ്മൾ ആ കട്ട് ചെയ്തെടുക്കാനുള്ള പോർഷനാണ് ഇപ്പോൾ ആ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചിടുന്നത്. അതിനപ്പുറം ഇപ്പുറമുള്ള പോർഷനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ സീം അലവൻസ് ആയിട്ട് ഷോൾഡറിൽ 3/4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തന്നിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. നമുക്ക് നെക്ക് ഭയങ്കരമായിട്ട് ഷോൾഡർ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നെക്കിൻ്റെ പോർഷൻ എക്സ്ട്രാ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3/4 ഇഞ്ചിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ആവശ്യമായ പോർഷൻ എടുത്തിട്ട് അതിൽ വീനോച്ച് കൊടുത്തിരിക്കുകയാണ്. ബാക്കി ആവശ്യമില്ലാത്ത പോർഷൻ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടിൽ 5.5 ഇഞ്ചാണ് നമ്മൾ നെക്കിന് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ലെങ്ത്ത് കുറച്ച് 4.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെ പോർഷനിൽ 3/4 ഇഞ്ചും താഴേക്ക് ബാൻഡിന് 3/4 ഇഞ്ചും സൈഡിൽ ബാൻഡ് കട്ട് ചെയ്തെടുക്കാനായിട്ട് 3/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നെക്ക് വിട്ട് ടോപ്പ് പോർഷനിൽ 3.25 നെക്കിൻ്റെ താഴത്തെ വിട്ട് 3.25 ആണ് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ഒരേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് സ്ക്വയർ നെക്ക് എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ പോർഷൻ വരുമ്പോൾ ഇച്ചിരി വൈഡായിട്ട് ഇരുന്നോട്ടെ. താഴേക്ക് വരുന്ന പോർഷൻ നമ്മൾ കുറച്ചൊന്നൊരു 1/2 ഇഞ്ച് ഒന്ന് കുറച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്തെടുക്കാനുള്ള പോർഷനാണ് അങ്ങനെ സ്ലാൻഡിങ് ലൈൻ ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആവശ്യമില്ലാത്ത ഭാഗം ഒഴിവാക്കി കളയാണ്. ബാക്കും ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അയൺ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബേസിക്കായിട്ടുള്ളൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തോ. ഇനി നെക്ക് നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കി കട്ട് ചെയ്യാണ്. മേലത്തെ ഒരു പോർഷൻ കുറച്ച് നമ്മൾ ആ ഒരു പീസ് അവിടെ നിർത്തിയിട്ടാണ് ബാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അത് പറഞ്ഞിരുന്നല്ലോ, നെക്കിൻ്റെ അളവ് നമുക്ക് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് നമ്മളവിടെ നിർത്തുന്നത്. നമുക്ക് അയൺ ചെയ്തെടുക്കുമ്പോൾ കൃത്യം അളവിൽ തന്നെ നെക്ക് കിട്ടാനായിട്ട് ഇടയുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി ഈ ബാക്കും ഫ്രണ്ടെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കണം ലൈനിങ് പീസിൽ വെച്ചിട്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായ ബോഡി പോർഷനിലേക്ക് ഈ ക്യാൻവാസ് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുവരെ എല്ലാ നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ക്യാൻവാസിനോട് ചേർന്ന്
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ പൊട്ടിച്ച് കളയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്ന സ്റ്റോണാണ് കേട്ടോ. നമ്മൾ സ്റ്റോണുള്ളൊരു മെറ്റീരിയലിലാണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നീഡിലിന് പ്രശ്നമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആ സ്റ്റോൺസ് എല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആ സ്ക്വയർ പോർഷൻ വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് നീഡിൽ കുത്തി വെച്ച് തിരിച്ചതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഒരു 4 ഇഞ്ച് അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയാണ്. കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ആ വരുന്ന മൂല നമ്മൾ കൃത്യമായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ചിലേക്ക് കട്ടിങ് കൊള്ളാത്ത രീതിയിൽ ക്ലീനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു ടോപ്പ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. കൃത്യമായി ഒന്ന് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ആ നെക്ക് പോർഷൻ. ഓക്കെ, നല്ല ക്ലീനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇത്രയും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഉള്ളിലേക്ക് കൊടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. കൂടാതെ ആ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന പോർഷൻ ഹെം ചെയ്തും കൂടി എടുക്കുകയാണ്. ഇതാണ് നമുക്ക് സ്ക്വയർ നെക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. Thank you for watching.